ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? വിഷുവൊക്കെ ആഘോഷിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ വിഷുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ വിഷുവിൻ്റെ ഒരു സന്തോഷമൊന്നും ഇപ്പോൾ എനിക്ക് തോന്നാറില്ല. പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് നമ്മുടെ അമ്മ വീടുകളിൽ പോകുന്നു, അവിടെ എല്ലാവരും വരും. അപ്പോൾ എല്ലാവരുമായിട്ട് കളിച്ചും ചിരിച്ചും ആഹ്ലാദിച്ചൊക്കെ നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുട്ടികളല്ലല്ലോ, ഇപ്പോൾ നമ്മൾ മുതിർന്നവരായില്ലേ. ഇപ്പോൾ കുട്ടികൾക്കാണ് ആഘോഷം, നമ്മൾക്ക് പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല. അന്നെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഒരുങ്ങി അമ്പലത്തിൽ പോവുക, വീടുകളിൽ ഇപ്പോൾ വിരുന്നിന് പോവുക, അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുക, ചോറ് വയ്ക്കുക, കറി വയ്ക്കുക, മക്കളെ നോക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ സത്യത്തിൽ ആഘോഷിക്കാൻ മറന്നു പോകാറുണ്ട് അല്ലേ. അത് നമ്മളുടെ ഈ ഒരു ജനറേഷനിലുള്ള, എൻ്റെ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ എന്നെക്കാളും മുകളിലുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ കുട്ടികളൊക്കെ അവരുടേതായ രീതിയിലൊക്കെ ആഘോഷിക്കുന്നുണ്ടാവും. ഇപ്പോൾ കല്യാണിക്ക് ഒന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. അവൾക്കൊക്കെ അങ്ങനെ അത് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യണം വിഷു അങ്ങനെയൊന്നും അവർക്കില്ല. അവരുടേതായുള്ള ഇപ്പോൾ ഫോൺ നോക്കുക, അല്ലെങ്കിൽ വീഡിയോസ് കാണുക, ടി വി കാണുക, അങ്ങനെയുള്ള ലോകങ്ങളിലാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ. നമ്മളൊക്കെ ശരിക്കും ഈ വിഷു ആണെങ്കിലും ഓണാണെങ്കിലും പൂക്കൾ പറിക്കാൻ നടക്കലും, ഇപ്പോൾ വിഷുവിനാണെങ്കിലും കണ്ണി കണ്ടോടത്തൊക്കെ പോയി ചക്കയും മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വരൽ വിഷു കണി വയ്ക്കാനായിട്ട്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കശുവണ്ടിക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കശുവണ്ടിയൊക്കെ പിള്ളേരുകൾക്ക് ഈ പടക്കമൊക്കെ വാങ്ങാനായിട്ട് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കശുവണ്ടിയൊക്കെ പറക്കി വയ്ക്കും. ഈ കശുവണ്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇഷ്ടം പോലെ പടക്കമൊക്കെ വാങ്ങാം. ഇപ്പോഴത്തെ കുട്ടികൾക്കെന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഓർഡർ ചെയ്യുന്നത് പോലെയാണ്. അച്ഛാ അത് വേണം, അമ്മ ഇത് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഇങ്ങനെ അവർ അങ്ങനെ കുറേ നമ്മൾ ഓരോ സാധനങ്ങളും കുറേ ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിന് ഒരുപാട് വാല്യൂ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ പറയുമ്പോഴേക്കും ഇവർക്ക് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞു. നമ്മളൊക്കെ ചിലപ്പോൾ വിഷുവിനേക്കാൾ ഒരു മാസം മുൻപ് ഇങ്ങനെ ഇരുന്ന് അന്ന് കുറേ പടക്കമൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നമുക്ക് പിന്നീട് നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ അതൊക്കെ വാങ്ങിയൊക്കെ തരുമ്പോൾ നമുക്കതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ശരിക്കും അതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ സംക്രാന്തിയുടെ അന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വീഡിയോയിൽ. പടക്കമൊക്കെ പോയി വാങ്ങി, കണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ വൈകിട്ടെന്ന് പറഞ്ഞാൽ വിഷുക്കരിക്കൽ, അതൊക്കെ ഞാനൊക്കെ ഒരിത്തിരി വലുതായതിന് ശേഷമാണ് കേട്ടോ. എനിക്ക് ഈ അടിക്കലും തുടക്കലും ക്ലീൻ ചെയ്യലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആദ്യം വന്ന സമയത്തൊക്കെ നല്ല രീതിയിലൊക്കെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇടാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റേതായുള്ള തിരക്കുകൾ വന്നപ്പോൾ എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനോ മുറ്റം ക്ലീൻ ചെയ്തിടാനോ ഒന്നും എനിക്ക് നേരെ ഉണ്ടാവാറില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ റെൻറ്റിന് താമസിക്കുമ്പോൾ നമ്മളുടെ വീട് നമ്മൾ എപ്പോഴും ഇവിടെ താമസിക്കുന്ന ആ ഒരു ചുറ്റുപാട് നമ്മൾ വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളതാണ് മെയിൻ. പക്ഷേ നമ്മുടെ സമയക്കുറവ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഇവിടെ നിന്ന് പോവണ്ടേ, അതിനിപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾക്കും ചിലപ്പോൾ ഒരു മടിയൊക്കെ വരും. അപ്പോൾ എന്തായാലും വിഷുക്കരിക്കൽ ചെറിയ രീതിയിൽ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മുറ്റത്തൊക്കെയുള്ള ചപ്പും ചവറൊക്കെ അടിച്ചു കൂട്ടി. അപ്പോൾ കണ്ണൻകുട്ടീനെ ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തി. കല്യാണിയും അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് കണ്ണൻ അങ്ങനെ പുറത്ത് നിന്നിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കണി ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കണമല്ലോ. ചില വർഷങ്ങളിൽ എനിക്ക് പറ്റി പോകാറുണ്ട്. അത് നൈറ്റിൽ പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞിട്ടൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനതൊക്കെ പിന്നേക്ക് എന്ന് വെച്ചിട്ട് ചിലപ്പോൾ വിളക്ക് പോലും തേച്ചിട്ടുണ്ടാവില്ല. പിന്നെ കണ്ണനും കല്യാണം ഉറങ്ങിക്കണ്ട് നട്ടപ്പാതിരിക്ക് വിളക്ക് തേക്കൽ, ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഭയങ്കര ഓവർലോഡായിട്ട് തോന്നും. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ എനിക്ക് സമയമുണ്ട് എന്ന് വെച്ചാൽ വേറെ പണികളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ വിഷുവിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. എല്ലാ വർഷവും വിഷുവിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. കണിയൊക്കെ രാവിലെ വെച്ച് കണ്ട് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണം വയ്ക്കൽ ഉണ്ടാവാറില്ല. ഞാൻ വീട്ടിലേക്ക് പോകും. പിന്നെ ചേട്ടൻ ചിലപ്പോൾ കൊടകരയൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്ക് തന്നെ വരും. അങ്ങനെയൊക്കെ ഇവിടെ ഭക്ഷണം വയ്ക്കൽ ഉണ്ടാവാറില്ല. നേരെ അവിടേക്ക് പോകും. അപ്പോൾ ചേട്ടൻ പറയും ഇനിയിപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ ഉണ്ടാക്കണ്ട, ഞാൻ കഴിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ചിലപ്പോൾ ഒന്നും രാവിലെ ഒന്നും വെക്കാറില്ല. ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ച് പോകാറാണ് പതിവ്. അപ്പോൾ ഇക്കൊല്ലം ഞാനിപ്പോൾ വെക്കേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ വീട്ടിൽ പോയി നിൽക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിഷുവിനും കൂടെ പോയി നിൽക്കണ്ട
എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പോയി വരാമെന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ അധികം ഒന്നും വാങ്ങിയില്ല കേട്ടോ, പടക്കം വാങ്ങിയില്ല. സത്യം പറഞ്ഞ പടക്കം ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത്. എന്താണെന്ന് വെച്ചാൽ കണ്ണന് ഭയങ്കര പേടിയാണ്. ഇതല്ലാട്ടത്തിലും കൂടുതലുണ്ടാവുക പിറ്റേ ദിവസത്തേക്കെന്ന് പറഞ്ഞ് ഇത്രത്തോളം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് കത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്പിത്തിരി പൂത്തിരി ലാത്തിരിയൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ വാങ്ങിയുള്ളൂ. മേശപ്പൂവ് അതൊക്കെ മാത്രമേ വാങ്ങിയുള്ളൂ. കാണാനാകുമ്പോൾ അതൊക്കെ കത്തുന്നത് കാണുന്നത് ഇഷ്ടമാണ്, പക്ഷെ പടക്കം പൊട്ടുമ്പോൾ അവന് പേടിയാണ്. പിന്നെ ചേട്ടൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മറ്റേ ചിക്ക് ബുക്കാ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടുമ്പോൾ തന്നെ ആൾക്ക് ഒരു പേടി പോലെയൊക്കെയാണ്. പിന്നെ പറഞ്ഞാൽ അവനെ പേടിപ്പിച്ചും കൊണ്ടുള്ള ആഘോഷമൊന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പടക്കം വാങ്ങിയിട്ട് പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ അവനെയും കൊണ്ട് അകത്തൊക്കെ ഇരിക്കേണ്ടി വന്നു, ആൾക്ക് പേടിയായിട്ട്. അപ്പോൾ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മളിതൊക്കെ വാങ്ങുന്നത്, അവനെ കരയിച്ചും കൊണ്ടാവരുതല്ലോ എന്ന് വെച്ചിട്ട് ആളെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്നിരുത്തി ഞങ്ങൾ പടക്കം. അപ്പോൾ അപ്പുറത്ത് വീട്ടിലെ കുട്ടിയാണ് കേട്ടോ, അത് ശിവാനിക്കുട്ടി. അപ്പോൾ കല്യാണിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആളെ ചേച്ചിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആളും കൂടെ വന്നപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ട്. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമല്ലേ. പിന്നെ ആൾക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. കല്യാണിക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. കല്യാണി ഇങ്ങനെ വിറച്ചൊക്കെ ചിലപ്പോൾ പിടിക്കുന്നത്. പക്ഷേ ശിവാനിക്കുട്ടിക്ക് എൻ്റെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ നമുക്കതൊരു സന്തോഷം. കണ്ണനും അതെ കേട്ടോ, അവരെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ആൾ 2 കയ്യിലൊക്കെ പിടിച്ച് കത്തിക്കുന്നൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ എല്ലാം കത്തിച്ച് അവർക്ക് കൊടുക്കുക പിടിക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ എന്നോട് പറയും, നീ എന്താടിയൊക്കെ ഇങ്ങനെ വേഗം കത്തിച്ച് കഴിക്കാൻ നോക്കുകയാണോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ കമ്പിത്തിരിയും ഇതൊക്കെ വാങ്ങുമ്പോഴേ ഇത് വിഷു കഴിഞ്ഞാലും പിന്നെയും ഓരോ പാക്കറ്റുകൾ ഇങ്ങനെ ബാക്കിയായിട്ടിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇതെങ്ങനെയപ്പോൾ ഒന്ന് കഴിയുക, അത് ഇനിയിപ്പോൾ കത്തിക്കണ്ടേ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേഗം 2 ആളുണ്ടല്ലോ, 2 ആളുടെ കയ്യിൽ ഇങ്ങനെ കത്തിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ തലയും കാല് പൊക്കലും തലയൊക്കെ അതുമൊന്ന് വീണ് പോവലും ഇതൊക്കെ കണ്ടിട്ടേ സന്തോഷം കൊണ്ട്. അപ്പോൾ എനിക്ക് അവനെ കൊണ്ട് പിടിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു പേടി, അവൻ്റെ മേത്തേക്ക് അങ്ങനെ എന്തെങ്കിലും വല്ലതും തെറിച്ചാലോ എന്നൊക്കെ വെച്ച് പേടി. പിന്നെ വലിയ പ്രശ്നമില്ലാത്തതാണല്ലോ ഈ ലാത്തിരിയൊക്കെ. അപ്പോൾ അതും കമ്പിത്തിരി ഇങ്ങനെ ഭയങ്കര സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ കത്തുന്നതുണ്ടല്ലോ, അത് ഇങ്ങനെ സ്റ്റാർ പോലെയൊക്കെ വന്നിട്ട് അതാകുമ്പോൾ കുറച്ച് കൈമയ്ക്കൊക്കെ തെറിക്കും. സാധാരണ ഫ്രണ്ടിലേക്ക് മാത്രം കത്തുന്നതാകുമ്പോൾ പേടിക്കാനില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെയൊക്കെ എടുത്തിട്ട് കുറച്ച് കണ്ണൻ്റെ കൈയൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ പിടിപ്പിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമൊക്കെ കുഞ്ഞിലേക്ക് ഞാൻ മടിയിലൊക്കെ അവനെ വെച്ചിരുന്നിട്ട് ഇങ്ങനെ കത്തിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം മടിയിൽ വെച്ച് കത്തിച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ അവൻ കാലിനൊക്കെ നീളം വെച്ചത് കാരണം കാലൊക്കെ നീട്ടി കഴിഞ്ഞ് ചിലപ്പോൾ കാലുമ്മയ്ക്കൊക്കെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെന്ന് വീണ് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് വേണം അവൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ ഇങ്ങനെ കണ്ട അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വീഴുന്നത്, അപ്പോൾ കാലൊക്കെ നീട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുമ്മയ്ക്കൊക്കെ വീഴും. അതുകൊണ്ട് ഞാൻ അവനെ ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടൊക്കെയാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ പെൺകുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിക്ക് അത്യാവശ്യം ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും ആൾ വലിയ പേടിയൊന്നും കാണിക്കണില്ല. പിന്നെ മത്താപ്പൂ കത്തിച്ചപ്പോൾ ഞാൻ കുറച്ച് മത്താപ്പൂ മേടിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക, ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കമ്പിത്തിരിയൊക്കെ കത്തിക്കാനായിട്ട്. ഈ പ്രായത്തിലൊന്നും ഞാൻ കമ്പിത്തിരി കത്തിച്ചിട്ടില്ല കേട്ടോ, ഞാനിപ്പോൾ വലിയ ആളായിട്ട് നിൽക്കണേ. ഇപ്പം തന്നെ ഞാൻ കല്യാണമൊക്കെ ഇതെടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ അങ്ങോട്ട് നീനൊക്കെ പിള്ളേരെ കാലുമ്മയ്ക്ക് വീണും കയ്യുമ്മയ്ക്ക് വീഴുന്നൊക്കെ പറഞ്ഞ് പേടിയോട് കൂടെ പറയുമ്പോൾ കല്യാണമൊക്കെ അയ്യേ അമ്മയ്ക്ക് എന്തൊരു പേടിയാണെന്നൊക്കെ എൻ്റെ അടുത്ത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഈ കുഞ്ഞിൽ ഈ മത്താപ്പൂ ഉണ്ടല്ലോ, തീപ്പെട്ടി പോലത്തെ സാധനം, അതാണ് കേട്ടോ ഞാൻ കത്തിക്കുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കൈമയ്ക്കൊക്കെ ഇങ്ങനെ തെറിക്കോ. അത് ഈ പറഞ്ഞതുപോലെ ഫ്രണ്ടിലേക്ക് മാത്രം അങ്ങനെ കത്തുന്നതില്ല, ഇങ്ങനെ സൈഡിലേക്കൊന്നും വരാത്ത കമ്പിത്തിരി അതൊക്കെ ഞാൻ കത്തിക്കുള്ളൂ. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ചേട്ടൻ എന്നെ പറ്റിച്ചു കേട്ടോ. കമ്പിത്തിരി ഞാനും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പേടിയാടി പടക്കം പൊട്ടിക്കാനൊക്കെ പേടിയാണ്, നീ പറ്റിക്കാൻ പറഞ്ഞാട്ടെ. ഞാനത് വിശ്വസിച്ചു. ചേട്ടൻ ഇത്ര നിഷ്കളങ്കനാണോ, പടക്കമൊക്കെ പൊട്ടിക്കാൻ പേടിയാണല്ലേ. ഞാനത് വിശ്വസിച്ചു കേട്ടോ ചേട്ടൻ പറഞ്ഞത്. എനിക്ക് പേടിയാടി, നീ ഇത്ര എന്തായാലും വാങ്ങിയതല്ലേ, നീ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ ഇനിയിപ്പോൾ വാങ്ങിയതല്ലേ, നിവർത്തികേട് കൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത്. പിന്നെയും ഇടയ്ക്കൊക്കെ പണ്ടൊക്കെ പൊട്ടിക്കാറുണ്ടായിരുന്നു പടക്കമൊക്കെ. പക്ഷേ ഇപ്പോഴൊക്കെ എനിക്ക് പേടി തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പ്രായം കൂടി വരുന്നതിൻ്റെ ആയിരിക്കും, പേടിയും കൂടി വരുന്നുണ്ട്. അങ്ങനെ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം പിന്നെ അതെല്ലാം ചേട്ടനും പിള്ളേരൊക്കെ ഉറങ്ങി കേട്ടോ. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം വിളക്ക് തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതും മറന്നു പോകും. ചിലപ്പോൾ കണിയൊക്കെ വെക്കേണ്ടത് ആലോചിക്കുമ്പോൾ ഈ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഒരുക്കേണ്ടതായിരിക്കും മനസ്സിലുണ്ടാവുക.
പിന്നെ എന്തോ കുറവുണ്ടല്ലോ എന്ന് വെച്ച് നോക്കുമ്പോഴായിരിക്കും വിളക്കൊക്കെ കരി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നട്ടപ്പാതിരിക്ക് പോയി വിളക്കൊക്കെ തേക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം വലിയ പണികളൊന്നും ഉണ്ടായില്ല. എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കിയൊക്കെ ഒന്ന് വെച്ചു. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. ആ സമയത്ത് എന്തൊക്കെയോ അടുക്കളയിൽ നിന്ന് ബേസനോ എന്തോ ഉരുളിയിൽ ഇറച്ചിക്കറിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഉരുളിയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബേസനിലാണ് കേട്ടോ ഈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അതെടുക്കാനായിട്ട് നോക്കിയപ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നു അടുക്കളയിൽ പാത്രങ്ങൾ അവിടെ എടുക്കുന്നത്. അപ്പോൾ അത് കേട്ട് ഞാൻ ഉറക്കി കെടുത്തി കണ്ണൻകുട്ടി എണീറ്റ് അവിടെ കിടക്കുന്നുണ്ട്. സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ പോയി പറഞ്ഞു, കണ്ണാമ്മതി ഇപ്പം അതൊന്ന് സെറ്റാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിപ്പോൾ സെറ്റാക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അത് എന്തൊരു ആഘോഷമാണെങ്കിലും അതിപ്പം വിഷു എന്നല്ല ഓണാണെങ്കിലും ഒക്കെ അവർ ഉറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വിഷു ഓണം കൊള്ളുന്നത് ഞാൻ ആദ്യമൊക്കെ ഇപ്പോഴൊക്കെ പിന്നെ അവരുറങ്ങണതിന് മുൻപ് ഓണം കൊണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കിടക്കാറ്. അല്ലെങ്കിൽ ഞാൻ എല്ലാ സാധനങ്ങളും പിള്ളേർ ഉറങ്ങിയിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ ഓണം കൊള്ളാനായിട്ട്. ഞാൻ തന്നെ ഓണം കൊണ്ട് ഞാൻ തന്നെ ഓണമൊക്കെ എടുത്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. കല്യാണിയൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്തും കണ്ണൻ മാത്രം ഉള്ളപ്പോഴും ഞാൻ കണ്ണൻ ഉറങ്ങിയിട്ട് ആണ് ഇതൊക്കെ റെഡിയാക്കുക. അല്ലെങ്കിൽ പിന്നെ 12 മണി കഴിയണമല്ലോ നമ്മൾ ഓണം കൊള്ളാനായിട്ട്. അപ്പോൾ അത്രയും നേരം അവനെ ഉറക്കം കളയണ്ട. പിന്നെ അവനൊക്കെ ഉറങ്ങിയിട്ടാകുമ്പോൾ എനിക്കെല്ലാം സൈലൻ്റായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അണിയലും അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ, പുള്ളികുത്തലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കണ്ണൻ ഉറങ്ങിയിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറക്കിയൊക്കെ കെടുത്തി എല്ലാം ചെയ്യാനൊക്കെ വരുമ്പോഴേക്കും ഇവന് എണീക്കും. അത് ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ അങ്ങനെ ഞാൻ എന്ത് പ്ലാൻ ചെയ്തോ അവനിങ്ങനെ മനസ്സിലത് ഞാൻ പറയുന്നതൊക്കെ ആൾ ക്യാച്ച് ചെയ്യുന്നു തോന്നുന്നുണ്ട്. അമ്മ എന്നെ ഉറക്കി കെടുത്തിട്ട് എന്തോ പരിപാടി ഉണ്ട് അമ്മയ്ക്ക് അവനറിയാൻ തോന്നണം. അപ്പോൾ അത് എണീക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഈ വിഷുവിനും അവൻ എണീറ്റു. ഇതിപ്പോൾ നേരം വെളുത്തിട്ടാണ് കേട്ടോ. ഞാനൊക്കെ വിളക്കൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുപ്പിനെ എണീറ്റ് ഞാനപ്പോൾ പിന്നെ വെളുപ്പിന് തന്നെ പുലർച്ചയ്ക്കൊന്നും വിളിച്ച് കണി കാണിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവർ ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ. ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കിടക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തട്ടലും മുട്ടലൊക്കെ കേട്ടിട്ട് കണ്ണൻകുട്ടി എണീറ്റ് കിടന്നിട്ട് പിന്നെ ഉറങ്ങാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് നേരം വെളുത്തിട്ടാണ് കേട്ടോ. രണ്ടാളും ഉണർന്നതിന് ശേഷമാണ് രണ്ടാളെയും കൊണ്ടുവന്ന്. അപ്പോൾ കണ്ണൻകുട്ടി എണീറ്റ് കിടക്കുന്നുണ്ട്. കല്യാണിയാണെങ്കിൽ ആൾ എണീറ്റിട്ട് എന്നെ ഇരുന്ന് വിളിക്കുക. ഞാനപ്പോൾ അടുക്കളയിലായിരുന്നു. അമ്മേ വായു എൻ്റെ കണ്ണ് പൊത്ത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ ദേ വരുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഒരാളെ എണീറ്റിരുന്നിട്ട് അമ്മ കണ്ണ് പൊത്ത് എൻ്റെ കണി കാണിക്കുന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ കണി കാണിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കണ്ണൊക്കെ പൊത്തി കൊണ്ടുവന്ന് ഇങ്ങനെ കൈനീട്ടൊക്കെ കൊടുത്തപ്പോഴൊക്കെ. അപ്പോഴും ചേട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് കണ്ണൻകുട്ടീനെയും കൊണ്ടുപോയി കണിയൊക്കെ കാണിച്ചു. കണ്ണൻകുട്ടി എൻ്റെ ഇടയ്ക്കൂടെ കൈയും കാലൊക്കെ നീട്ടിയിട്ട് മറ്റേ ചന്ദനത്തിരിയുടെ സാധനമൊക്കെ തട്ടിയിട്ടു. എന്നിട്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവനെ. ഞാൻ എന്നിട്ട് ചെരിച്ചൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ അവനെ കണി കാണിപ്പിച്ചത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം മുതലേക്ക് ഇങ്ങനെ ടീപ്പോയ്മയൊന്നും വെക്കില്ല, നിലത്ത് വെക്കുക. അതാകുമ്പോൾ കണ്ണനെ ചമണം പടിഞ്ഞ് നിലത്തിരുന്നിട്ട് കണിയൊക്കെ കാണിപ്പിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഞാൻ കണ്ണൻകുട്ടീനെ അവിടെ കൊണ്ട് കിടത്തി. പിന്നെ പണികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചോറും കറിയൊക്കെ വെക്കണം, അപ്പത്തിന് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പമൊക്കെ ഉണ്ടാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയി വന്നിട്ട് പിന്നെ പണികളെടുക്കാനൊക്കെ മടിയാണ്. അപ്പോൾ അത് കാരണമൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് വേണം അമ്പലത്തിലൊക്കെ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻകാവിൽ പോയി എല്ലാം കഴിഞ്ഞ് കണ്ണൻകുട്ടിക്ക് മാത്രം ഭക്ഷണം കൊടുത്തു. ഞങ്ങൾ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ണനല്ലെങ്കിൽ പിന്നെ വയറ് വിശന്നാലോ എന്ന് വിചാരിച്ച് അവന് മാത്രം കൊടുത്തു. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് 2-2.5 വർഷമൊക്കെ ആയിട്ട് എന്ത് വിശേഷം ഉണ്ടെങ്കിലും പോകുന്നത് അയ്യപ്പൻകാവിലേക്കാണ് കേട്ടോ. തുമ്പൂർ അയ്യപ്പൻകാവിലേക്കാണ്. ആദ്യമൊക്കെ ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഇപ്പോൾ കൊടകരയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പുത്തുക്കാവാണ് നമ്മളുടെ തട്ടകത്ത് അമ്പലമായിരുന്നു. അപ്പോൾ പുത്തുക്കാവിലേക്കാണ് പോവുക. ഇപ്പോൾ ഇവിടെ എന്തിപ്പോൾ വിശേഷങ്ങളുണ്ടെങ്കിലും അയ്യപ്പൻകാവിലേക്കാണ് പോകുന്നത്. അങ്ങനെ അത്യാവശ്യം സന്തോഷം നിറഞ്ഞൊരു വിഷു തന്നെയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ചേലൂർക്ക് പോകാമെന്ന് വിചാരിച്ചത്. ചേലൂർക്ക് പോയി അപ്പം തന്നെ വരാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും വന്ന് ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കുക. ചേലൂരിൽ നിന്ന് കഴിക്കാൻ നിൽക്കണില്ല, ഇവിടെ നിന്ന് എൻ്റെ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ചായ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള അപ്പവും കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് ഞാൻ മുട്ട റോസ്റ്റ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കാരണമാണ് അമ്പലത്തിൽ പോയി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വന്നിട്ട് കണ്ണൻകുട്ടിക്കും കൊടുത്തു കേട്ടോ, ഭക്ഷണം ഒന്നും കൂടെ കൊടുത്തു. അവനെ കഴിക്കുമ്പോൾ കുറച്ച് ഈസിയാണല്ലോ കഴിക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊന്നും മാറിയില്ല, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ചേലൂർക്ക്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാമല്ലോ എന്ന് കരുതി.
അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി പിന്നെ ആദ്യം പോയി അപ്പോൾ ഈ ഒരു കൈയോടെ തന്നെ അങ്ങോട്ടും പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചേലൂർക്ക് പോയി കേട്ടോ. ചേലൂർക്ക് ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മെയ്യിലേക്ക് 15 വർഷമാവും കേട്ടോ. മെയ് 10-ാം തീയതിയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ മെയ് 10 ഈ 15 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വിഷുവിന് ഞാൻ അവിടെ നിൽക്കാതിരിക്കുന്നത്. അത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ അവിടെ നിന്നതല്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും പോണ്ടിയൊക്കെ വരും. പിന്നെ വലിയൊരാവശ്യമുണ്ട്, അപ്പോൾ അതിൻ്റെ ഇതിലൊക്കെ വരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്ന് നിൽക്കാതെ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ല, ആങ്ങളെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ തന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ ഇനി ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാൻ പറ്റുന്നില്ല. പോരാത്തതിന് ഞാൻ ഈ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടേ അയ്യോ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ ചൂടായിരുന്നു. അപ്പം വേഗം വന്ന് വീട്ടിൽ സമാധാനമായിട്ടിരിക്കാമല്ലോ എന്നൊക്കെ കരുതി അങ്ങനെ പിന്നെ ഈവനിങ്ങൊക്കെ ആയപ്പോഴേക്കും പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈവനിങ്ങിൽ എങ്ങടെയെങ്കിലും പോയാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട ഇങ്ങോട്ട് പോകാനാണ്. പിന്നെ ഈവനിങ്ങിൽ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. വിഷുവിൻ്റെ അന്ന് നൈറ്റൊക്കെ ആയപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ സത്യത്തിൽ ഈ വിഷു എൻ്റെ കണി വെച്ചതെടുക്കുന്നതേ ഞാൻ വീട്ടിലേക്ക് പോവുമല്ലോ, രാവിലെ എല്ലാ കൊല്ലം പോവാറാണല്ലോ പതിവ്. പോകുന്നതിൽ മുൻപ് എല്ലാം എടുത്ത് ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടൊക്കെയാണ് ഞാൻ പോവാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈവനിങ്ങിൽ ഇതൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടൊക്കെ ഭംഗിയായിട്ടൊക്കെ എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. അല്ലെങ്കിൽ കൃഷ്ണനെയൊക്കെ എടുത്ത് മാറ്റി വെച്ച് വേഗം മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ എടുത്ത്, കുമ്പളങ്ങ ഇല്ല കേട്ടോ അത് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടാണ് നേരെ ഞാൻ ചേലൂർക്ക് പോകാറുള്ളത്. പിന്നെ ഞാനിവിടെ വിഷുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാ ജില്ലകളിലും അത് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കും വിഷുവിന്. മാങ്ങാക്കറിയും ശർക്കര നീരും ഒക്കെ കൂട്ടിയിട്ടൊക്കെയാണ് അതൊക്കെ കഴിക്കുക. പക്ഷേ എനിക്കെന്തോ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ വിഷുക്കട്ട. അതിവിടെ ചേട്ടനും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ നിന്ന് കണ്ണൻകുട്ടിക്ക് കൊടുത്തപ്പോൾ കണ്ണൻകുട്ടി കുറച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടിക്ക് അമ്മ കുറച്ച് പൊതിഞ്ഞൊക്കെ തന്നേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനത് ഇപ്പോൾ വീട്ടിൽ നിന്ന് പഴനിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആൾക്ക് ചോറുണ്ണണമെങ്കിൽ ഇപ്പോൾ പായസം വേണം. പായസം ഉണ്ടെങ്കിൽ ആൾ ചോറുണ്ട് എന്ന് വെച്ചിട്ട് എനിക്കൊന്നും പായസം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഇടയ്ക്ക് ഈ മലയിലത്തെ മറ്റേ അരവണ, അതുപോലെ പഴനിയിലത്തെ പഞ്ചാമൃതം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ഞാനിങ്ങനെ എടുത്തു വയ്ക്കും. എന്നിട്ട് അത് കുറച്ച് ചോറിൽ ഒഴിച്ച് കൂട്ടി തിരുമ്പി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണുംകുട്ടി വയറ് നിറച്ച് ചോറുണ്ണു കേട്ടോ. അപ്പോൾ പഴനി ഇപ്പോൾ അവർ പഞ്ചാമൃതം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വിഷുക്കട്ടയിലേക്ക് പഞ്ചാമൃതം ഒഴിച്ചിട്ട് അത് കുഴച്ച് കൂട്ടി കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടമായി കേട്ടോ. ആൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനത് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മളുടെ വിഷുവിൻ്റെ അന്നത്തെ ആ ഒരു ദിവസം കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു തന്നെ വിശ്വസിക്കുകയാണ്. വലിയ വ്യൂസൊന്നും കയറുന്നില്ല, എന്നാലും പോട്ടെ. ഇനിയിപ്പോൾ വീഡിയോ ഇല്ലയെന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.